വാർത്തകളിലേക്ക് കടക്കുമ്പോൾ അറബിക്കടലിൽ ചരക്ക് കപ്പലിന് നേരെ ഡ്രോൺ ആക്രമണം ഗുജറാത്ത് തീരത്തിനടുത്താണ് വെച്ച് സംഭവമുണ്ടായത്. ആക്രമണത്തെ തുടർന്ന് കപ്പലിൽ സ്ഫോടനവും അഗ്നിബാധയും ഉണ്ടായെങ്കിലും ആർക്കും പരിക്കില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. ലൈബീരിയയിൽ നിന്നുള്ള കപ്പലിന് നേരെയാണ് ആക്രമണമുണ്ടായത്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല. ആക്രമണത്തിന് പിന്നിൽ ഇസ്രയേലാണോ എന്നും സംശയമുണ്ട്. വിവരങ്ങളുമായി സുവി വിശ്വനാഥൻ ചേർന്നു. സുവി, വളരെ ഗൗരവമുള്ള സംഭവമാണ് കപ്പലിനെതിരെ ഡ്രോൺ ആക്രമണം. എന്തെങ്കിലും ഒരു വ്യക്തത എന്താണ് സംഭവിച്ചത് എന്നതിൽ വന്നിട്ടുണ്ടോ? ഇത് ലൈബീരിയയിൽ നിന്നുള്ള കപ്പലാണ്. എങ്ങോട്ടേക്കാണ്? ഇന്ത്യൻ തീരത്തേക്കുള്ളതാണോ? രഞ്ജിനി, അപ്രതീക്ഷിതമായൊരു ആക്രമണമാണ് ലൈബീരിയൻ കപ്പലിന് നേരെ ഉണ്ടായിരിക്കുന്നത്. ശനിയാഴ്ച രാത്രിയിലാണ് സംഭവം. ഗുജറാത്ത് തീരത്തിന് സമീപത്ത്, അതായത് വരാവലിൽ നിന്ന് 200 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. സൗദി അറേബ്യയിൽ നിന്ന് അൽജുബൈലിൽ നിന്ന് ക്രൂഡ് ഓയിലുമായി വരികയായിരുന്നു ഈ കപ്പൽ. ന്യൂ മാംഗ്ലൂരിലെ ടച്ച് ചെയ്തിട്ടാണ് ഈ കപ്പൽ പോകുന്നതെന്നാണ് പറയുന്നത്. ആ കപ്പലിന് നേരെയാണ് ഡ്രോൺ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഈ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് കപ്പലിൽ സ്ഫോടനവും അഗ്നിബാധയും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 21 ഇന്ത്യക്കാർ ഈ ഷിപ്പിനകത്ത് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഏതായാലും നേവി ഇവരുടെ സഹായത്തിന് എത്തിയിട്ടുണ്ട്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും ഇവരുടെ സഹായത്തിന് എത്തിയിട്ടുണ്ട്. വിക്രം എന്ന് പറയുന്ന ഒരു പെട്രോളിംഗ് വെസലും അതുപോലെ തന്നെ ഒരു ഡോണിയർ എയർക്രാഫ്റ്റും ഇവരുടെ, അതായത് ഈ ചരക്ക് കപ്പലിന്റെ സഹായത്തിന് വേണ്ടി എത്തിയിട്ടുണ്ട്. ചരക്ക് കപ്പൽ ഇപ്പോൾ മുംബൈ തീരത്തേക്ക് അടുപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. ഏതായാലും ഈ കപ്പലിന് നേരെ ഉണ്ടായത് അപ്രതീക്ഷിതമായ ആക്രമണമാണെങ്കിലും ആരാണ് ഇതിന് ആക്രമണം നടത്തിയത് എന്നത് സംബന്ധിച്ച് വ്യക്തത ഉണ്ടായിട്ടില്ല. ഇതിന്റെ ഉത്തരവാദിത്വവും ആരും ഏറ്റെടുത്തിട്ടില്ല. ഇസ്രായേലിന് ഇതിൽ പങ്കുണ്ട് എന്നൊരു സംശയമാണ് ഉയരുന്നത്. ഏതായാലും ഇസ്രായേലിന് ഇതിൽ പങ്കുണ്ട് എന്ന് അമേരിക്ക പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹൂതി വംശജർ യമനിലെ, അതായത് ഈ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് ശേഷം ഈ ചെങ്കടൽ മേഖലയിൽ ഹൂതി വംശജർ നിരന്തരം ഈ ചരക്ക് കപ്പലുകൾ ആക്രമിക്കുന്നുണ്ട്. അതിന്റെ ഒരു തുടർച്ചയാണോ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സംഭവം എന്നൊരു സംശയമാണുള്ളത്. ഏതായാലും ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തുകയാണ്. ചരക്ക് കപ്പൽ ഇപ്പോൾ മുംബൈ തീരത്തേക്ക് അടുപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. രഞ്ജിനി, അതായത് സുവി സൂചിപ്പിച്ച പോലെ ഈ ചെങ്കടലിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ട്. ഹൂതി വംശജർ ഇസ്രയേലിലേക്ക് വരുന്ന കപ്പലുകൾക്ക് നേരെയൊക്കെ ഇത്തരത്തിൽ ആക്രമണം നടത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ചെങ്കടലിൽ കാര്യങ്ങൾ സങ്കീർണമാണ് താനും. അതിന്റെ ഒരു മറുപടി ആക്രമണം ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അതിന്റെ ഭാഗമായി എന്തെങ്കിലും സംഭവിച്ചതാണോ? അങ്ങനെ എന്തെങ്കിലും ഒരു വ്യക്തത വരുന്നുണ്ടോ? ഇസ്രയേലാണ് എന്ന് അമേരിക്ക പറയുമ്പോൾ എന്താണ് മനസ്സിലാക്കാൻ സാധിക്കേണ്ടത്? തീർച്ചയായും ഈ ചെങ്കടൽ മേഖലയിൽ, അതായത് ഹമാസ് യുദ്ധത്തിന് ശേഷം ഇസ്രായേൽ ഈ ചെങ്കടൽ മേഖലയിൽ നിരന്തരം ഈ ചരക്ക് കപ്പലുകൾ ആക്രമിക്കപ്പെടുന്നുണ്ട് എന്നാണ് വിവരം. അതിന്റെ ഒരു തുടർച്ചയായിട്ടാണ് നിലവിൽ പ്രാഥമികമായി ഒരു വിലയിരുത്തൽ വന്നിരിക്കുന്നത്. അത് സംബന്ധിച്ച് ഒരു കൃത്യമായ വിവരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുമില്ല. പ്രാഥമികമായ വിവരം മാത്രമാണ്. പക്ഷേ അമേരിക്ക പറയുന്നത് ഇത് ഇസ്രായേലിനാണ് ഇതിൽ പങ്കുണ്ട് എന്നാണ് അമേരിക്ക പറയുന്നത്. ഈ യമനിലെ ഹൂതിക്കാർക്ക് ഇസ്രായേലുമായി കൂടുതൽ അടുപ്പമുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ആക്രമണം എന്നാണ് പറയുന്നത്. ഏതായാലും ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരും ഇതുവരെയും ഏറ്റെടുത്തിട്ടില്ല. ശനിയാഴ്ച രാത്രിയിലായിരുന്നു സംഭവം ഉണ്ടായിരിക്കുന്നത്. നേവിയും അതുമായി കോസ്റ്റ് ഗാർഡും ഇത് സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും കപ്പൽ അടിയന്തരമായി മുംബൈ തീരത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം കൂടി, എന്തായാലും ഇപ്പോൾ അമേരിക്ക ഇതിൽ പ്രതികരിച്ചിട്ടുണ്ട്. ഇസ്രായേൽ എന്ന ഒരു സംശയം അമേരിക്ക മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിനപ്പുറം ഇന്ത്യയുടെ കോസ്റ്റ് ഗാർഡും നേവിയും ഒക്കെ അന്വേഷണം പുരോഗമിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് ഇത്രയും പ്രധാനപ്പെട്ട ഒരു സംഭവമാണല്ലോ ഇന്നലെ രാത്രി ഉണ്ടായത്. ഏതെങ്കിലും രീതിയിലുള്ള പ്രതികരണം സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടോ? സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഔദ്യോഗികമായ സ്ഥിരീകരണം, ആരാണ് ഈ ആക്രമണത്തിന് പിന്നിൽ എന്നത് സംബന്ധിച്ചൊരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ചും നേവി പറയുന്നത്, അവരുടെ പത്രക്കുറിപ്പിൽ പറയുന്നത്, ഇങ്ങനെയൊരു ആക്രമണം നടന്നു, അത് ഡ്രോൺ ആക്രമണമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവങ്ങളാണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണത്തിലൂടെ മാത്രമേ വ്യക്തമാക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് നേവി പറഞ്ഞിരിക്കുന്നത്. ഏതായാലും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കപ്പലിന് സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. ഒരു ഡോണിയർ എയർക്രാഫ്റ്റും അതുപോലെ തന്നെ വിക്രം എന്ന് പറയുന്ന ഒരു യുദ്ധക്കപ്പലും ഇപ്പോൾ ഈ കപ്പലിനെ അനുഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. കപ്പൽ വരാവലിൽ നിന്ന് 200 നോട്ടിക്കൽ മൈൽ അകലെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ കപ്പൽ ഇപ്പോൾ മുംബൈ തീരത്തേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പരിശോധനയ്ക്കും മറ്റ് അന്വേഷണങ്ങൾക്ക് ശേഷവും മാത്രമേ ആരാണ് ഇതിന് പിന്നിൽ എന്ന് വ്യക്തമാകൂ എന്നാണ് നേവി അറിയിച്ചിരിക്കുന്നത്. ഏതായാലും യാതൊരു വിധത്തിലുള്ള ഔദ്യോഗിക പ്രതികരണങ്ങളും ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. രഞ്ജിനി, സുവി വിശ്വനാഥനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. അറബിക്കടലിലാണ്
ലൈബീരിയൻ നിന്നും പുറപ്പെട്ട കപ്പലിന് നേരെ ആക്രമണമുണ്ടായിരിക്കുന്ന ഡ്രോൺ ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നത്. ആർക്കും പരിക്കില്ല എന്നത് ഏറ്റവും ആശ്വാസകരമായ കാര്യം. പക്ഷേ എന്താണ് സംഭവിച്ചത് എന്നതിലടക്കം വ്യക്തത വരണം. സ്വാഭാവികമായും വരും മണിക്കൂറിൽ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. സുവിയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. മറ്റു വാർത്തകളിലേക്ക്